അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ വൻ പ്രതിഷേധം ഉയരുമ്പോഴും പ്രതികൾ ഒളിവിലാണ്. ഡോക്ടർ റാമിനെക്കുറിച്ചും സംഗീതയെക്കുറിച്ചും വിവരമില്ല എന്നാണ് പോലീസിന്റെ വിശദീകരണം. പ്രതികളെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന് നിതിൻ രാജിന്റെ കുടുംബം ആരോപിച്ചു. ഇപ്പോൾ ഇത്രയും ദിവസങ്ങളൊക്കെ കടന്നുപോയതിന് ശേഷം എനിക്കൊരു സംശയങ്ങളെന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നാണോ അതോ ഇനി മാനേജിൻ്റെ ഭാഗത്താണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു സംരക്ഷണം കൊടുക്കുന്നുണ്ട് ആരൊക്കെയോ. ഈ 2 പേർക്ക് രക്ഷപ്പെടാനുള്ള തരത്തിലുള്ള സംരക്ഷണം എന്തായാലും നൽകുന്നുണ്ട്. അന്വേഷണവുമായിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് തന്നെയാണ്. പക്ഷേ അവിടെ നടക്കുന്ന സംഭവങ്ങളായിട്ടൊരു പൊരുത്തക്കേട്. കാര്യം ഈ 2 പേരെയും കിട്ടാത്തതിലുള്ള ഒരു കാലതാമസം, അതെന്തുകൊണ്ട് പോലീസിനെ അവർക്ക് അറിയാൻ പറ്റുന്നില്ല, അവരുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ അവരെ പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഒരു സങ്കടമുണ്ട്, ഒരാശങ്കയുണ്ട്. അതിനിടെ കോളേജ് അധികൃതർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ നിർദ്ദേശം നൽകി. സർവകലാശാല അന്വേഷണ സമിതി കോളേജിൽ നാളെ തെളിവെടുപ്പ് നടത്തും. വിവരങ്ങളുമായി ഹരിമോഹൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ഹരി, കഴിഞ്ഞ ദിവസം മോഹനൻ കുന്നുമൽ തന്നെ വ്യക്തമാക്കിയതാണ് കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന്. ഗവർണറുടെ നിർദ്ദേശം കൂടി ഉണ്ടായിരിക്കുകയാണ്. മധു, നിതിൻ രാജിന്റെ കുടുംബം ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്ന റാം, സംഗീത എന്നിവർക്ക് ചില സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. ആ സഹായങ്ങൾ എന്ന് പറയുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നാണോ അതെയോ കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നാണോ എന്നുള്ള കാര്യത്തിൽ തങ്ങൾക്ക് വ്യക്തതയില്ല. പക്ഷേ എവിടെ നിന്നോ സഹായം ലഭിക്കുന്നുണ്ട്. അല്ലാതെ അവർക്ക് ഒളിവിൽ പോയി ഇത്ര ദിവസവും ഇരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണ് കുടുംബം എത്തിച്ചേർന്നിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രിൻസിപ്പൽ മുൻപ് പറഞ്ഞിട്ടുള്ള ചില വാദങ്ങൾ, അതായത് നിതിൻ രാജിന് അപകടം സംഭവിച്ച സമയത്ത് വീട്ടിലേക്ക് വിളിക്കാൻ ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല എന്നടക്കം പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. മാത്രമല്ല സഹോദരങ്ങളുടെ അടക്കം നമ്പർ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. ആ നമ്പറുകളിൽ ഒന്നും തന്നെ പ്രിൻസിപ്പലോ അല്ലെങ്കിൽ കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ളൊരു വിളിയോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഒരു അതൃപ്തി ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവരിങ്ങനെ ഒളിവിൽ കഴിയുന്നതിൽ വലിയ രീതിയിലുള്ള ദുരൂഹത കുടുംബം പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഗവർണർ ഇടപെടുന്നു എന്നുള്ള ഒരു ശ്രദ്ധേയമായ കാര്യം കൂടിയുണ്ട്. ആരോഗ്യ സർവകലാശാലയുടെ കൂടി വൈസ് ചാൻസലറായ മോഹൻ കുന്നുമേൽ ഈ വിഷയത്തിന്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് ഗവർണർക്ക് സമർപ്പിച്ചിരുന്നു. ചാൻസലർ കൂടിയായ ഗവർണർ ഇതിൽ കർശന നടപടിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായി എന്നുള്ള കാര്യം പ്രാഥമിക റിപ്പോർട്ടിലുണ്ട്. മുൻപ് റാമിനെ സസ്പെൻഡ് ചെയ്ത കാര്യം സർവകലാശാലയിൽ നിന്ന് കോളേജ് മാനേജ്മെന്റ് മറച്ചുവെച്ചു. അതുകൊണ്ട് തന്നെ അധികൃതർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു നടപടിക്ക് കൂടിയാണ് ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ആരോഗ്യ സർവകലാശാല നിയമിച്ചിട്ടുള്ള അന്വേഷണ സമിതി നാളെ കോളേജിൽ എത്തിക്കൊണ്ട് സഹപാഠികളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കർശനമായ നടപടിക്ക് ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ നിർദ്ദേശം.